ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. 100ഓളം ചോദ്യങ്ങളാണ് നോക്കുന്നത്. വരുന്ന ദിവസത്തിന് യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടലിൽ വെച്ച്. ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അതുപോലെ തന്നെ മനുഷ്യശരീരത്തിൽ അന്നപഥത്തിലെ ചെറുകുടലിലെ ഭാഗത്തിൽ വെച്ചാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. അടുത്തത്, ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. അടുത്തത്, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആൻസർ ഡെസിബൽ ആണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. അടുത്തത്, ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏത്? 1853. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്നത് 1853 അടുത്തത്, ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. അടുത്തത്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്ത്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ എന്നാണ്. അടുത്തത്, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വൈറ്റമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അടുത്തത്, സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഗാദർ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരാണ് ഗാദർ. അടുത്തത്, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അടുത്തത്, ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആര്? ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ. അടുത്തത്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എറണാകുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. അടുത്തത്, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? 2017. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017. അടുത്തത്, വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? പഴശ്ശിരാജ. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിച്ചത് പഴശ്ശിരാജാവിനെയാണ്. അടുത്തത്, ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ത്? ജൂൾ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. അടുത്തത്, കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. അടുത്തത്, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. അടുത്തത്, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്തത്, ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്ര? 3:2. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം 3:2. അടുത്തത്, കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത്? 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. അടുത്തത്, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി അറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് എന്നാണ്. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേളപ്പൻ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര്? ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അടുത്തത്, കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? 1996. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1996 മുതലാണ്. അടുത്തത്, COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? വൈറസ്. COVID-19 രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. അടുത്തത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്തത്, തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്.
തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. അടുത്തത് 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏത്? കാൺപൂർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടമാണ്. ആ സമയത്ത് നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലമാണ് കാൺപൂർ. അടുത്തത് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. കലാമിൻ സിങ്ക് ലോഹത്തിൻ്റെ അയിരാണ്. അടുത്തത് ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കവിത രചിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്തത് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്തത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ സംവഹനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് കല്ലുമാല സമരം നടത്തിയത് ആര്? അയ്യങ്കാളി. കല്ലുമാല സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? അരുണ അസഫ് അലിയെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലിയാണ്. അടുത്തത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലമാണ് പയ്യന്നൂർ. അടുത്തത് കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 13. കേരള കായിക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 13 തീയതിയാണ്. അടുത്തത് കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്ര? 11. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11 നദികളാണ്. അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഹൃദയം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഹൃദയത്തെയാണ്. അടുത്തത് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്തത് LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടേൻ. LPGയിലെ മുഖ്യ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം ബ്യൂട്ടേനാണ്. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ലാഹോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലാണ്. അടുത്തത് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമേത്? നിശാന്തത. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. അടുത്തത് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആര്? ശിവജി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവജി അല്ലെങ്കിൽ ഛത്രപതി ശിവജി. അടുത്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശമേത്? സ്വത്തവകാശം. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം. അടുത്തത് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാര്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന
വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര്? അംശി നാരായണപിള്ള. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അടുത്തത്, മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമാണ് ഭൂട്ടാൻ. അടുത്തത്, വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷ. PSCയുടെ ആൻസർ സൂചിക പ്രകാരമാണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയിലാണ്. അടുത്തത്, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏത്? വിദ്യാധീരം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധീരം. അടുത്തത്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അടുത്തത്, പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നതെവിടെ? ലാഹോർ. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലാണ്. അടുത്തത്, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അടുത്തത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്തതാര്? മലാല യൂസഫ്സായി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്തത് മലാല യൂസഫ്സായാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ, കുറഞ്ഞ പ്രായത്തിൽ നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായാണ്. അടുത്തത്, ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത്, പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? MD വത്സമ്മ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് MD വത്സമ്മ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊച്ചിയിലാണ്. അടുത്തത്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത്, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖം. ഭരണഘടനയുടെ താക്കോൽ എന്ന് അറിയപ്പെടുന്നത് ആമുഖമാണ്. അടുത്തത്, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? 27 ദിവസം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് വേണ്ടിവരുന്ന ദിവസമാണ് 27 ദിവസം. അടുത്തത്, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? നീൽ ദർപ്പൺ. ബംഗാളി കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി അവതരിപ്പിച്ച നോവലാണ് നീൽ ദർപ്പൺ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്തത്, സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? 97-ാം ഭരണഘടനാ ഭേദഗതി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ 97-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അടുത്തത്, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ്. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ
അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻസുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസുള്ള 75 ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.